ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കൺവല്യൂഷൻ തിയറം വരെ പഠിച്ചായിരുന്നു. ഫസ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ബേസിക് ഫങ്ഷൻസ്, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം, അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പഠിച്ചത്? ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രൽസ്, കൺവല്യൂഷൻ തിയറം, ഇതെല്ലാം പഠിച്ചു. അടുത്തതെന്ന് പറയുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. ഇത് ഇച്ചിരി കുറച്ച് ടഫായിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് u of t minus a equal to 0 if t less than a, 1 if t greater than a. And u of t minus a equal to 0 if t less than a and 1 if t greater than a. അതായത് ടിയുടെ വാല്യൂ എയെക്കാട്ടി ലെസ് ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0യും ടിയുടെ വാല്യൂ എയെക്കാട്ടിയും ഗ്രേറ്റർ ആണെങ്കിൽ എന്തും വരും? 1 ആയിരിക്കും. അതിങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇത് ടിയുടെ വാല്യൂസ്, എക്സ് ആക്സിൽ ടിയുടെ വാല്യൂസ്, വൈ ആക്സിസിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ ടിയുടെ വാല്യൂ എയെക്കാട്ടിയും ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് വരും? 1 വരും. ഇത് പോയിൻറ്റ് 1 ആണെങ്കിൽ ടിയുടെ വാല്യൂ എയെക്കാട്ടിയും ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് വരും? 1 വരും. അപ്പോൾ യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു 0 ഇഫ് ടി ലെസ് ദാൻ എ ആൻഡ് 1 ഇഫ് ടി ഗ്രേറ്റർ ദാൻ എ. ഓക്കെ, നെക്സ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എൽ ഓഫ് യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. എന്താ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ? 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഹിയർ എഫ് ഓഫ് ടി ഈസ് യു ഓഫ് ടി മൈനസ് എ. ഇ റേസ് ടു മൈനസ് എസ് ടി യു ഓഫ് ടി മൈനസ് എ ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി. എന്താ എ ടു ഇൻഫിനിറ്റി ആണെന്നത്? ടിയുടെ വാല്യൂ എയെക്കാട്ടി ലെസ് ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ ആര് തൊട്ടേ ഉള്ളൂ? ടി ഗ്രേറ്റർ ദാൻ എ തൊട്ടേ ഉള്ളൂ. അപ്പം എന്താ? ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ്, ലിമിറ്റ് എ ടു ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ് ലോവർ ലിമിറ്റ് ഇ റേസ് ടു minus as. അപ്പം മൈനസ് ഇ റേസ് ടു മൈനസ് എ എസ് ബൈ മൈനസ് എസ് ക്യാൻസലിങ്, വി ഗെറ്റ് ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ്. ദാറ്റ് ഈസ് എൽ ഓഫ് യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ്. Laplace transform u of t minus a is equal to 0 if t less than a, 1 if t greater than a, and L of u of t minus a equal to e raised to minus as by s. Next is shifted function. If f of t equal to 0, then f of t minus a u of t minus a with a greater than 0 is f of t shifted to right by a. f of t shifted to right by a എന്ന് പറഞ്ഞാൽ എന്താ? f of t for all tക്ക് f of t 0 ആണെങ്കിൽ f of t minus a u of t minus a ആണ് എന്ത്? ടിയുടെ വാല്യൂ റൈറ്റിലോട്ട് എ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള വാല്യൂ. എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ്. അപ്പോൾ യു ഓഫ് ടി മൈനസ് എ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. യു ഓഫ് ടി മൈനസ് എ എന്ത് വരും ഇവിടെ? 0 ഇഫ് ടി ലെസ് ദാൻ എ ആൻഡ് 1 ഇഫ് ടി ഗ്രേറ്റർ ദാൻ എ. അപ്പം അവിടെ എന്ത് മാത്രമേ വരത്തുള്ളൂ? 1 മാത്രം, ഇതിൻ്റെ മാത്രം 1 വരും. മറ്റേത് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് എഫ് ഓഫ് ടി ഷിഫ്റ്റഡ് ടു എ എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. നെക്സ്റ്റ് ഈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പഠിച്ചായിരുന്നു. അതുപോലെ അടുത്ത ആര്? സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. എന്താ? ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ്, then the shifted function എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു എന്താ? ഷിഫ്റ്റഡ് ഫംഗ്ഷൻ ആകുമ്പോൾ ടിയുടെ വാല്യൂ എക്കാട്ടി ലെസ് ആണെങ്കിൽ 0 വരും. ടിയുടെ വാല്യൂ എക്കാട്ടിയും ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് വരും? എഫ് ഓഫ് ടി മൈനസ് എ വരും. ഇതെന്താ എഫ് ഓഫ് ടി മൈനസ് എ വന്നത്? യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത് ഇതാണ്. 0 ഇഫ് ടി ലെസ് ദാൻ എ, 1 ഇഫ് ടി ഗ്രേറ്റർ ദാൻ എ. അപ്പം അതും കൂടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇത് ഫസ്റ്റ് വാല്യൂ ടി ലെസ് ദാൻ എക്ക് 0 ആവും. ഇവിടെ എഫ് ഓഫ് ടി മൈനസ് എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടി ഗ്രേറ്റർ ദാൻ എക്ക് എന്ത് വരും? എഫ് ഓഫ് ടി മൈനസ് എ. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു 0 ഇഫ് ടി ലെസ് ദാൻ എ ആൻഡ് എഫ് ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ടി ഗ്രേറ്റർ ദാൻ എ. ഹസ് ദ ട്രാൻസ്ഫോം ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ഓഫ് എസ്. അതെന്താ? എ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എഫ് ഓഫ് എസ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ എന്ത് എഴുതിയാൽ മതി? ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ആരാ? ഇവിടുത്തെ എഫ് ഓഫ് ടി മൈനസ് എ അല്ല, എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. അങ്ങനെയാണെങ്കിൽ എൽ ഇൻവേഴ്സ് എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൽ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് 2π ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 1 ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു
ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യണം. ഇത് ഇയുടെ പവറിലൊന്നും അല്ലേ. അപ്പം L ഇൻവേഴ്സ് ഓഫ് 1 into s plus 1, s plus 1 by s plus 1 the whole square plus 1 plus L inverse of e raised to minus 2 pi into s plus 1. അപ്പോൾ അതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിയിരിക്കും e raised to minus 2 pi s into e raised to minus 2 pi into s plus 1 by s plus 1 the whole square plus 1. that is ഫസ്റ്റ് നമ്മളിത് എടുക്കുന്ന L ഇൻവേഴ്സ് ഓഫ് s plus 1 by s plus 1 the whole square. അപ്പോൾ നമുക്കിതറിയാലോ, ഇത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ s plus 1 താഴെ s plus 1 വന്നതുകൊണ്ട് അതിൻ്റെ എന്ത് വരും, e raised to minus t into L ഇൻവേഴ്സ് ഓഫ് s by s square plus 1. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. e raised to minus t into L ഇൻവേഴ്സ് ഓഫ് s by s square plus 1. e raised to minus t into s by s square plus 1 ആകുമ്പോൾ എന്ത് വരും, cos t. ഓക്കെ, അടുത്ത നമുക്ക് ഇതിൻ്റെ ചെയ്യണം. ഇതിൻ്റെ ചെയ്യാൻ നേരത്തെ ഇവിടെ e raised to minus 2 pi കോൺസ്റ്റൻറ്റ് ഔട്ട് സൈഡ് ഇടാൻ പറ്റും. പിന്നെ ആരെ വരത്തുള്ളൂ, L ഇൻവേഴ്സ് ഓഫ് e raised to minus 2 pi s into s plus 1 by s plus 1 the whole square plus 1. അപ്പോൾ ഇവിടുത്തെ f of s ആരാ, s plus 1 by s plus 1 the whole square. f of s is s plus 1 by s plus 1 the whole square. അപ്പം അതിൻ്റെ L ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുന്നത്. L ഇൻവേഴ്സ് ഓഫ് f of s ഈക്വൽ ടു എന്താവും, e raised to ഇവിടെ എന്താ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് ഇതിൽ അപ്ലൈ ചെയ്യണം. e raised to minus t into L ഇൻവേഴ്സ് ഓഫ് s by s plus 1. അപ്പം e raised to minus t into എന്ത് വരും, cos t. അപ്പം e raised to minus 2 pi s into s plus 1 by s plus 1 the whole square ആകുമ്പോൾ എന്ത് കൊടുക്കണം, ഇവിടുത്തെ t റീപ്ലേസ് ചെയ്ത് എന്ത് കൊടുക്കണം, t minus 2 pi. ഇവിടുത്തെ a എന്ന് പറയുന്നത് 2 pi ആണ്, therefore റീപ്ലേസിങ് ബൈ 2 pi. അപ്പം e raised to minus of t minus 2 pi into cos of t minus 2 pi into യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u of t minus 2 pi. ഓക്കെ, L ഇൻവേഴ്സ് ഓഫ് e raised to minus as into f of s എന്ന് പറയുന്നത് f of t minus a. ഇവിടുത്തെ f of tയിൽ tക്ക് പകരം t minus a എടുക്കണം into u of t minus a. നമ്മുടെ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഫസ്റ്റിലത്തെ എന്ത് വരും, e raised to minus t cos t പ്ലസ് അടുത്ത എന്താ, ഇവിടുത്തെ ഒരു e raised to minus 2 pi ഉണ്ടായി, e raised to minus 2 pi into e raised to minus t, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് e raised to minus t പ്ലസ് 2 pi മൈനസ് cos t എന്ന് പറഞ്ഞാൽ എന്താ, കോസ് ഓഫ് ടി മൈനസ് 2 pi. കോസ് ഓഫ് ടി മൈനസ് 2 pi എന്ന് പറഞ്ഞാൽ കോസ് 2 pi മൈനസ് ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ടി. അപ്പം e raised to മൈനസ് കോസ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. അപ്പം e raised to ഇതെന്താ, e raised to ടി കോസ് ടി മൈനസ് ഇവിടുത്തെ മൈനസ് 2 pi പ്ലസ് 2 pi യോടെ ക്യാൻസൽ ആയിട്ട് e raised to മൈനസ് ടി കോസ് ടി യു ഓഫ് ടി മൈനസ് 2 pi. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, L ഇൻവേഴ്സ് ഓഫ് 2 into e raised to minus s by e raised to minus 3s by s square minus 4. that is equal to 2 into ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം L ഇൻവേഴ്സ് ഓഫ് e raised to minus s by s square minus 4 മൈനസ് L ഇൻവേഴ്സ് ഓഫ് e raised to minus 3s by s square plus 4. അപ്പോൾ ഇവിടുത്തെ f of s ആരാ, 1 by s square plus 4, രണ്ടിടത്ത് 1 by s square plus 4. അപ്പോൾ 1 by s square plus 4 ദാറ്റ് ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് 1 by s square plus 4 എന്ത് വരും, sin 2t by 2. അപ്പം ഇതിൻ്റെ L ഇൻവേഴ്സ് എന്ത് വരും, L ഇൻവേഴ്സ് ഓഫ് e raised to minus s by square plus 4 ആകുമ്പം റീപ്ലേസിങ് ഇതാണ് f of t. f of tയിൽ tക്ക് പകരം എന്ത് കൊടുക്കണം, t minus 1. അപ്പം 2 into sin 2 into t minus 1 by 2 into u of t minus 1 മൈനസ് ഇവിടെ ആകുമ്പോൾ എന്ത് വരും, tക്ക് എന്ത് കൊടുക്കണം, ഇവിടെ മൈനസ് 3 ആണ് ഉള്ളത്, മൈനസ് 3s. അപ്പം റീപ്ലേസിങ് t by t minus 3. അപ്പോൾ സൈൻ 2 into t minus 3 by 2 into u of t minus 3. അപ്പം 2 രണ്ടിടത്ത് നിന്ന് ക്യാൻസൽ ആയി കഴിഞ്ഞു. അപ്പം സൈൻ 2 into t minus 1 into u of t minus 1 മൈനസ് സൈൻ 2 into t minus 3 into u of t minus 3. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ e raised to s മൈനസ് e raised to s ഒക്കെ ന്യൂമറേറ്ററിൽ വന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഫസ്റ്റ് f of s ഐഡൻറ്റിഫൈ ചെയ്യുക. f of s എന്ന് പറയുന്നത് e raised to s, അത് മാറ്റിയിട്ട് ബാലൻസ് വരുന്ന ഫംഗ്ഷൻ f of s ആയിട്ട് എടുക്കുക. ആ f of sൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുക. f of sൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ചിലതെന്ന് പറയുന്നത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം, അതായത് s plus 1 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. L ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് e raised to മൈനസ് പൈ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4ഉം അടുത്ത e raised to മൈനസ് പൈ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1ഉം ആദ്യത്തിനകത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടുത്തെ f of s ആരാ നോക്കിയിട്ട് ചെയ്യുക. സെക്കൻഡിനകത്തും അതുപോലെ f of s എടുത്തിട്ട് ചെയ്യുക. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഇനി നമുക്കിതിൻ്റെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഫംഗ്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ അതിടുന്നതായിരിക്കും. അപ്പം ഇത് മനസ്സിലായെന്ന് എഴുതുന്നു, ചെയ്ത് പഠിക്കും. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റുള്ള ഇക്വേഷൻസ് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക്സ്.